जीना चोना तेरे लिए तेनू दिसदा ही नहीं जीना चोना तेरे लिए दस मैं की करा जीना चोना तेरे लिए तेनू दिसदा ही नहीं जीना चोना तेरे लिए दस मैं की करा ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് എന്ന് പറഞ്ഞാൽ ഈദ് വ്ളോഗാണ്. അപ്പോൾ നേരത്തെ രാവിലെ വെളുപ്പിനെ എണീറ്റിട്ടുണ്ടായി. അപ്പോൾ ഡ്രസ്സൊക്കെ അയൺ ചെയ്ത് വെക്കണം. കാരണം പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോഴേക്കും എല്ലാവരും പള്ളിയിൽ നിന്ന് വന്നേക്കാളും നമുക്ക് റെഡി ആയിട്ട് നിൽക്കണ്ടേ. അപ്പോൾ ഞാൻ ഓൾറെഡി നേരത്തെ അയൺ ചെയ്ത് വെക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. ഈ പ്രാവശ്യം ഭയങ്കര സിമ്പിളായിട്ടാണ് കേട്ടോ ഡ്രസ്സൊക്കെ എടുത്തത്. ഇതൊരു സാധാരണ നോർമൽ കോട്ടൻ്റെ ചുരിദാർ സെറ്റാണ് കേട്ടോ. ഞാൻ വലിയ രീതിയിലൊന്നും ഒരുങ്ങിയിട്ടില്ല, സാധാ നോർമൽ ലുക്കാണ് കേട്ടോ. അങ്ങനെ കുറച്ച് നേരം മിററിലൊക്കെ കുറച്ച് നേരം ഫോട്ടോസൊക്കെ എടുത്ത് ഞാൻ ഇങ്ങനെ ടേബിളിൽ ഇങ്ങനെ ഫുഡ് കഴിക്കാൻ വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത് പണ്ടത്തെ ആ ഒരു ഈദിൻ്റെ ആ ഒരു വൈബൊന്നും കിട്ടില്ല, ആ ഒരു എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊന്നും അങ്ങനെ ഓരോ ഇയർ കൂടുന്തോറും അങ്ങനെ കുറഞ്ഞു വരികയാണ്. അങ്ങനെ ഓരോന്നൊക്കെ ആലോചിച്ചിരുന്നപ്പോഴേക്കും വാപ്പച്ചി പള്ളിയിൽ നിന്നൊക്കെ വന്നിട്ടുണ്ടായി. അപ്പോഴത്തേക്കും നമ്മൾ ഫുഡ് കഴിക്കാനായിരുന്നു കേട്ടോ. അപ്പോൾ അന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് ഇടിയപ്പവും ബീഫ് കറിയാണ് കേട്ടോ ഉണ്ടായത്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നേരെ പുറത്തോട്ടേക്ക് ഇറങ്ങിട്ടോ. പിന്നെ പറയാൻ പറ്റൊരു സാഹചര്യമല്ല അല്ലേ ഐഷുട്ടി? ഐഷുട്ടി ഈദ് മുബാറക് ഈദ് മുബാറക് കയ്യൊന്നുമില്ല ഈദ് മുബാറക് നന്മകൾ നേരട്ടെ. ഇങ്ങനെ എടുക്കണേ. ഹായ് ഈദ് മുബാറക്. ഹായ് ഏതാണ് ഡ്രസ് ഇടാത്തെ? അങ്ങനെ കുറച്ച് നേരം പുറത്തിറങ്ങിയപ്പോൾ എന്ത് ചൂടാണ്. എന്നിട്ട് വേഗം തന്നെ വീട്ടിൽ കയറിയിട്ട് ഫാനിൻ്റെ ഫ്രണ്ടിൽ കയറിയിരുന്നു കേട്ടോ. അല്ലെങ്കിൽ തന്നെ മുഖത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുള്ളൂ, അതും കൂടി എല്ലാവരുടെയും പോകും. കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാനുള്ളതാണ്. അപ്പോൾ അതിന് മുമ്പ് ഞാൻ വീട്ടിൽ കയറി. അതിൻ്റെ കുറച്ച് നേരം ഫാനെ കൊണ്ടിട്ട് വീണ്ടും പുറത്തോട്ട് ഇറങ്ങിയിട്ട് ഫോട്ടോസൊക്കെ എടുക്കും. അങ്ങനെ ഫോട്ടോഷൂട്ട് പരിപാടി തുടങ്ങി. ഇവിടെ ഒരു ഫോട്ടോ എടുക്കാൻ ഒറ്റ ഫോട്ടോ ഒന്നും പറ്റില്ല, ഒരു 100 ഫോട്ടോ എങ്കിലും വേണം എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഫോട്ടോഷൂട്ടും പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നേരെ വീട്ടിലോട്ട് പോയിട്ടോ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വീട്ടിലും ഫുഡുണ്ട്, എല്ലായിടത്തും ഫുഡുണ്ട്, എല്ലായിടത്തും കഴിക്കണം. അപ്പോഴത്തേക്ക് ഇത്താതെ വിളിച്ചിട്ടാ വീഡിയോ കോള്. അപ്പോൾ ഇത്താതെ അവിടെയാണ്. അപ്പോൾ ലുട്ടൂനൊക്കെ കണ്ട് ഈദ് മുബാറക്കൊക്കെ പറഞ്ഞ് അങ്ങനെ സംസാരിച്ചിരുന്നപ്പോഴേക്കും ഫുഡ് കഴിക്കാറായിട്ടുണ്ടായിരുന്നു. എല്ലായിടത്തുനിന്ന് തിരിച്ച് കഴിക്കണമല്ലോ, കാരണം എല്ലായിടത്തുനിന്ന് കഴിപ്പിക്കുമ്പോൾ വയറ് ഫുള്ളാവില്ല. അപ്പോൾ കുറച്ച് കഴിച്ചോളൂ കേട്ടോ വീട്ടിൽ ബിരിയാണി, നെയ്ച്ചോറ് അങ്ങനെ അതൊക്കെ ഉണ്ടായിട്ട്. അപ്പോൾ ഈ മെയിനായിട്ട് ഈ ഒരു സാധനം കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വെയിറ്റ് ചെയ്തത്. ചെമ്മീൻ റോസ്റ്റ് അല്ലേ? അപ്പോൾ അത് കാണാൻ തന്നെ നല്ല ഭംഗി ഉണ്ടായിരുന്നു, അപ്പോൾ കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിച്ച് അങ്ങനെ കുറച്ച് ചോറ് തന്നെ എടുത്തോളൂ, കാരണം കുനോച്ചപ്പോൾ അവിടെ മന്തി ഉണ്ടാക്കിയിട്ടുണ്ട്, അത് കഴിക്കാൻ വേണ്ടി പോകണം. ഇന്നത്തെ മന്തി അടിപൊളിയായിരിക്കില്ലേ? ആരുണ്ടാക്കി? ഇതാണ് നമ്മുടെ ഔട്ട്ഫിറ്റ്. ഫാത്തിമയുടെ വീട്ടിൽ നിന്ന് ഫുഡ് കഴിക്കാൻ പോകണം അല്ലേ ഫാത്തിമ? എന്താ സ്പെഷ്യല്? കുഴിമന്തി കഴിക്കാൻ പോവാണ് ഗൈസ്. കാരണം ഞങ്ങളുടെ വീടൊക്കെ തൊട്ടടുത്താണ് കേട്ടോ. അപ്പോൾ നമുക്ക് നടക്കാനായിട്ട് ഒന്ന് കാല് വെച്ചാൽ മതി, അപ്പോൾ തന്നെ എത്തും. അപ്പോൾ അവിടെ ചെന്നപ്പോൾ പൂച്ച സാർ അവിടെ ബെഡുമ്മ കിടന്ന് ഉറങ്ങണ്ടായിരുന്നു കേട്ടോ. അപ്പോഴത്തേക്കും ഞങ്ങളുടെ തക്കാളി സോസ് റെഡി ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനും ഫാത്തിമയുടെ തക്കാളി സോസ് ഉണ്ടാക്കി കേട്ടോ. തക്കാളി സോസ് ഉണ്ടാക്കാൻ ഭയങ്കര സിമ്പിളാണ് ഗൈസ്. ചുമ്മാ ഒരു തക്കാളി അരിഞ്ഞിടുക, മിക്സിയിലിട്ട് അടിക്കുക, ഉപ്പിടുക, അത്രേ ഉള്ളൂ. അങ്ങനെ ഞങ്ങളുടെ തക്കാളി സോസ് റെഡിയായി. അപ്പോഴത്തേക്കും ഓരോരുത്തരായിട്ട് വന്നിട്ടുണ്ടായിരുന്നുണ്ട്. കറക്റ്റ് ഫുഡിൻ്റെ ടൈമിൽ മാത്രം തന്നെ കുറച്ച് ചിലരില്ല, അവരാണ് ഇവർ. ആ ടൈം ആയപ്പോഴേക്കും കറക്റ്റ് മന്തിയും പൊട്ടിക്കാറായിട്ടാണ്. അങ്ങനെ മന്തി തുറക്കാൻ പോവുകയാണ് ഗൈസ്. എല്ലാവരും ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ്. അപ്പോഴത്തേക്കും മന്തി തുറന്ന് ഗൈസ് വന്നപ്പോൾ തന്നെ എന്ത് നല്ല സ്മെല്ലായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഇവനത് നമ്മൾ അത് ഇളക്കണമല്ലോ, അപ്പോഴത്തേക്കും ഇവനെ ഇളക്കണം എന്ന് പറഞ്ഞു. അത് ആകെ കോളാക്കി വെച്ച് ഗൈസ്. എന്നിട്ട് അവസാനം കുനോജാപ്പ എന്നെ ഇളക്കി സെറ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ.
അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മുടെ മെയിനായിട്ട് വേറൊരു സാധനം കൂടി ഉണ്ടാക്കാനുണ്ടായിരുന്നു. മയോണൈസ് ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ മയോണൈസ് ഉണ്ടാക്കാൻ അബു കണ്ട മയോണൈസ് ഉണ്ടാക്കാൻ പോയത്. അപ്പോൾ നമ്മുടെ മയോണൈസ് കൂടിയും സെറ്റായി കഴിഞ്ഞാൽ ഏകദേശം എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോഴത്തേക്കും ബഷീറോ ചാപ്പൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇത് ഒരു ഹെൽപ്പും ചെയ്യാണ്ട് കുറേ പേര് ഇരിക്കാനുണ്ടില്ലേ. പിന്നെ അതൊക്കെ അതിനപ്പോഴേക്കും ഓരോന്നായിട്ട് നമ്മുടെ ടേബിളിലോട്ട് എടുത്ത് വെക്കണേണ്. ചിക്കൻ പൊരിച്ചതുണ്ട്, മെയിനായിട്ട് നമ്മുടെ മന്തി ഉണ്ട്, നമ്മളുണ്ടാക്കിയ സോസ് ഉണ്ട്, പിന്നെ മയോണൈസ് ഇപ്പം തന്നെ വരും കേട്ടോ. മയോണൈസ് ഏകദേശം സെറ്റ് ആവാറായിട്ടുണ്ട്. ഫൈനലി മയോണൈസ് സെറ്റായി ഗൈസ്. ഒറിജിനൽ മയോണൈസ് മാറിക്കുമല്ലേ, നല്ല അടിപൊളി തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ടേസ്റ്റും കൂടി ഉണ്ടായ സെറ്റാണ് കേട്ടോ. അങ്ങനെ ആ മയോണൈസിൻ്റെ പരിപാടിയും കഴിഞ്ഞ് അപ്പോൾ ഇതേ നോക്കിയപ്പോൾ ഒരാളതേ എല്ലാവരും എന്നേക്കാവും വെറുതെ കഴിക്കണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അപ്പോഴത്തേക്ക് നമ്മളെല്ലാവരും കൂടി കഴിക്കാനിരുന്നു. ഇത് കുറച്ച് ഞങ്ങളിപ്പോ കഴിച്ചിട്ട് വന്നേ ബിരിയാണി മന്തി കഴിക്കണേ അത്രയും കഴിക്കണം. പിന്നെ ജാബിരിക്കേ അങ്ങനെയൊന്നുമല്ല എവിടെ കഴിക്കും. എല്ലാവരും ഹാപ്പിയാണ്. അബുവിന്റെ മയോണൈസ് അതുകൊണ്ടായി. जीना चाहना तेरे लिए तेनू दिसदा ही नहीं, जीना चाहना तेरे लिए दस मैं की करा, जीना चाहना तेरे लिए तेनू दिसदा ही नहीं, जीना चाहना तेरे लिए दस मैं की करा. എന്നിട്ട് അഭിപ്രായം പറയാട്ടോ. കൊള്ള ഇഷ്ടപ്പെട്ട എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. എറണാകുളം നല്ലതാണോ? ഞാൻ പോകാം. അത് കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും ഫുഡ് അടി പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും കൂടി അവിടെ ഇരുന്ന് ഓരോന്ന് സംസാരിച്ചൊക്കെ ഇരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയുള്ള എല്ലാവരും ഇതൊക്കെ എങ്ങനെ ഉണ്ടായി എന്ന് പറയാട്ടോ. जीना चाहना तेरे लिए